ഒന്നാമത്തെ കാര്യം കാനഡിയൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണലി ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എക്കോണമി അല്ല. നമ്മുടെ വലിപ്പം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് വലിയ ലോകത്തെ ഏറ്റവും വലിയ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് രാജ്യമാണ് റഷ്യ കഴിഞ്ഞാൽ പിന്നെ കാനഡ. അകപ്പാടെ 41 മില്യൺ ഏകദേശം കേരളത്തിൻ്റെ പോപ്പുലേഷനേ ഉള്ളൂ എന്നുള്ളതാണ് കാനഡയെ പറ്റി ജനറൽ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. പക്ഷേ കാനഡയുടെ എക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് കാനഡയുടെ ഏറ്റവും വലിയ ട്രേഡ് എന്ന് പറയുന്നത്. കാരണം 80% കാനഡയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് പോകുന്നത്. പിന്നെ വേറൊന്ന് ആലോചിക്കണം, നമ്മളിപ്പോഴും ഈ ഒരു G7 രാജ്യം എന്നൊക്കെ പറയുമ്പോഴും കാനഡയുടെ ടോട്ടൽ എക്കോണമി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റായ കാലിഫോർണിയയുടെ പകുതിയോ. കാനഡയുടെ GDP-യേക്കാളും ഉയർന്ന GDP ഉള്ള 3 സംസ്ഥാനങ്ങൾ അമേരിക്കയിലുണ്ട്: ടെക്സസ്, ന്യൂയോർക്ക്, കാലിഫോർണിയ. അപ്പം നമ്മൾ വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ കാനഡ എന്ന് പറയുന്നത് ഈ പറയുന്നത് അമേരിക്കയുടെ ഒരു സാമീപ്യം, അമേരിക്കയുടെ ഒരു പ്രോക്സിമിറ്റിയാണ് കാനഡയുടെ പ്രധാന വിജയം എന്ന് പറയുന്നത് തന്നെ. 80% നമ്മുടെ പ്രധാന എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഓയില്, മിനറൽ, ടെക്നോളജി, മൈനിങ് പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ലംബർ, അങ്ങനെയൊക്കെയുള്ള സാധനമാണ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്.